إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس أوصيكم أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ വിശ്വാസിനികളെ, പ്രപഞ്ച രക്ഷിതാവായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും സാധ്യമായ അളവിൽ കാത്തു സൂക്ഷിച്ച് രഹസ്യ പരസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അവൻ്റെ പ്രീതിയും പൊരുത്തവും നേടിയെടുക്കുക എന്നതാണ് ജീവിതത്തിൽ നമ്മുടെ മേലുള്ള പരമപ്രധാനമായ ബാധ്യത. സൂറത്തുൽ മുൽക്കിൻ്റെ 2-ാം സൂക്തത്തിൽ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, അല്ലാഹു സുബ്ഹാനഹു വ തആല മരണവും ജീവിതവും സൃഷ്ടിച്ചത് ആ അവസ്ഥാന്തരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആരാണ് നല്ല അമലുകൾ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. ഇമാം തുർമുദി റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അന്ന റജുലൻ ഖാൽ, പ്രവാചക സമക്ഷം കടന്നു വന്ന ഒരാൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അയ്യുന്നാസി ഖൈർ, പ്രവാചകരെ ജനങ്ങളുടെ കൂട്ടത്തിൽ ഉത്തമർ ശ്രേഷ്ഠർ ആരാണ്? അവിടുന്ന് നൽകിയ മറുപടി, മൻ തോല ഉംറുഹു വഹസുന അമലുഹു, ദീർഘായുസ് ലഭിക്കുകയും ആ ആയുഷ്കാലം ധാരാളമായി അമലുകൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവരാണ് ജനങ്ങളിൽ ശ്രേഷ്ഠർ. വീണ്ടും ആ വ്യക്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, ഫഅയ്യുന്നാസി ശർർ, പ്രവാചകരെ ദുഷിച്ചവർ മോശപ്പെട്ട ആളുകൾ അത് ആരാണ്? റസൂലുള്ള പറയുന്നു, മൻ തോല ഉംറുഹു വസാഅ അമലുഹു, ദീർഘായുസ് ലഭിച്ചിട്ടും മോശപ്പെട്ട അസാൻമാർഗികമായ ദുഷിച്ച കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാരോ അവരാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ മോശപ്പെട്ടവർ എന്ന് അവിടുന്ന് വിശദീകരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആയുസ് അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ്. ആ ആയുസ് ഫലപ്രദമായി അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മകൾ കൊണ്ട് സമ്പന്നമാക്കുമ്പോൾ ഒരു വ്യക്തി ഉത്തമനാവുകയും തനിക്ക് ലഭിക്കുന്ന സമയ സന്ദർഭങ്ങൾ തെറ്റായ തിന്മകളുമായി വ്യാപൃതനാകുവാൻ ഒരാൾ പ്രയോജനപ്പെടുത്തുന്നുവെങ്കിൽ
അയാൾ ജനങ്ങളുടെ കൂട്ടത്തിലെ ദുഷിച്ച മോശപ്പെട്ട വ്യക്തിയാവുകയും ചെയ്യും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയാണ്. നമ്മളെക്കുറിച്ച് വ്യക്തിപരമായി ഓരോരുത്തരും അവനവനെ നോക്കുക. ഇന്നത്തെ പ്രഭാതം സുബ്ഹി മുതൽ അതല്ലെങ്കിൽ തഹജ്ജുദിന് എഴുന്നേറ്റത് മുതൽ ഇന്നത്തെ പ്രഭാതത്തിലേക്ക് കടന്നു വന്നവർ, ഈ സമയം വരെ ഒരു 5-6 മണിക്കൂർ നമുക്ക് ലഭിച്ച സമയം 3 രൂപത്തിൽ പ്രയോജനപ്പെടുത്തിയവരുണ്ടാവും. ഒന്നാമത്തെ വിഭാഗം അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നന്മകൾ ചെയ്യുന്നവർ. മറ്റൊന്ന്, സമയത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ഹറാമായ മോശപ്പെട്ട തെറ്റായ കാര്യങ്ങൾക്കാണ്. മൂന്നാമത്തേത്, നന്മയാണോ തിന്മയാണോ എന്ന് നേർക്ക് നേരെ നമുക്ക് വ്യക്തതയില്ലാത്ത അങ്ങനെയുള്ള ഏതൊക്കെയോ നേരം പോക്കുകളിലാണ്. ഇങ്ങനെയാണ് ഞാനടങ്ങുന്ന നമ്മൾ ഓരോരുത്തരുടെയും ഓരോ സമയവും മണിക്കൂറുകളും കഴിഞ്ഞു പോകുന്നത്. നമുക്ക് ലഭിക്കുന്ന സമയം നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ അല്ലാഹുവിങ്കൽ അത് ശ്രേഷ്ഠമായ അമലുകളായി പരിഗണിക്കപ്പെടുകയും നാളെ പരലോകത്ത് നമുക്കതിൻ്റെ നേട്ടം കൊയ്തെടുക്കാൻ സാധിക്കുമെന്നതാണ് ഇസ്ലാമിക അധ്യാപനങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇവിടെ ഇത്തരം വിഷയങ്ങൾ കേൾക്കുമ്പോൾ പരമപ്രധാനമായി നാം ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നതിൻ്റെ കൂടെ ഓരോ സമയ സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേകതകൾ മനസ്സിലാക്കുകയും ആ സാഹചര്യവുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട മതത്തിൻ്റെ വിധികളും വിലക്കുകളും വേർതിരിച്ച് മനസ്സിലാക്കുക എന്നതും പ്രധാനപ്പെട്ടതാണ്. അതിൽപ്പെട്ട ഒന്നാണ് ദുൽഹിജ്ജ മാസവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആദ്യ 10 ദിവസങ്ങളുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ സാരോപദേശങ്ങൾ. ഇത് ദുൽഖഅദ മാസത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നാളെ ഈ ഒരു അറബി വർഷത്തിലെ അവസാന മാസമായ ദുൽഹിജ്ജ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു തന്ന വാചകങ്ങളും വിശുദ്ധ ഖുർആനിന്റെ സൂചനകളും ഏറെ ശ്രദ്ധേയമാണ്. ഇമാം ബുഖാരി അടക്കമുള്ള വിവിധ മുഹദ്ദിസുകൾ രേഖപ്പെടുത്തിയ ഒരു ഹദീസിൽ കാണാം, മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം യഅനിൽ അശർ. ഈ 10 ദിവസങ്ങൾ, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങൾ, ആ ദിവസങ്ങളെക്കാൾ അല്ലാഹുവിന് സൽക്കർമ്മങ്ങൾ ഏറ്റവും ഇഷ്ടമുള്ള മറ്റു ദിവസങ്ങളില്ല. പ്രവാചകന്റെ ഈ വാചകം കേൾക്കുമ്പോൾ സ്വഹാബത്തിന്റെ മനസ്സിലുദിക്കുന്ന സംശയം അവർ ചോദിക്കുന്നു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഒരാൾ ദൈവിക മാർഗത്തിൽ ജിഹാദിന് പുറപ്പെടുന്നുണ്ട്. അങ്ങനെ ജിഹാദിന് പുറപ്പെടുന്ന ദിവസം അയാളുടെ അന്നത്തെ ആ ജിഹാദല്ലേ അല്ലാഹുവിന് ഇഷ്ടം? അതിനേക്കാൾ അല്ലാഹു പ്രിയം കാണിക്കുന്ന അമലുകൾ ഉണ്ടെന്നാണോ? ഈ ദിവസത്തെ അമലുകളാണോ ജിഹാദിന് പോകുന്ന ദിവസത്തേക്കാൾ അല്ലാഹുവിന് പ്രിയപ്പെട്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു ധർമ്മസമരത്തിനൊരാൾ പുറപ്പെടുന്ന ദിവസത്തെ അയാളുടെ ആ അമലിനേക്കാൾ അല്ലാഹുവിന് ഇഷ്ടം ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങളിൽ അയാൾ ചെയ്യുന്ന സൽപ്രവർത്തനങ്ങളാണ്. എന്നിട്ട് റസൂലുള്ളാഹ് അതിൽ പെടാത്ത ഒരു വശം വിശദീകരിക്കുന്നു, ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി വലം യർജഅ മിൻ ദാലിക ബിശൈഇൻ. ജിഹാദ് ചെയ്യുന്നവരെക്കാൾ അല്ലാഹുവിന് ഇഷ്ടം ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യ 10 ദിവസങ്ങൾ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്നതാണ്. എന്നാൽ അതല്ലാത്ത മാസങ്ങളിൽ ഒരാൾ യുദ്ധത്തിന് പുറപ്പെടുന്നു, തന്റെ ശരീരവും സമ്പത്തുമായി കടന്നു ചെല്ലുന്നു, എന്നിട്ട് അയാൾ ഷഹീദാവുകയും അയാളുടെ സമ്പത്ത് ആ യുദ്ധമാർഗത്തിൽ ചെലവഴിക്കുകയും യാതൊന്നുമില്ലാതെ അവിടെ നിന്ന് മടങ്ങുന്നു, അഥവാ ജീവൻ നഷ്ടപ്പെട്ട് സമ്പത്ത് മുഴുവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചുകൊണ്ടാണ് ഒരാൾ ഷഹീദായി മരണപ്പെടുന്നതെങ്കിൽ അതാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയം. അതല്ല എങ്കിൽ അതിന് താഴെ ജിഹാദിന്റെ ഇടയിൽ അള്ളാഹുവിന് പ്രിയം ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യ 10 ദിവസങ്ങളിലെ അമലുകളാണ് എന്ന് മഹാനായ
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിലെ 89-ാം അധ്യായം സൂറത്തുൽ ഫജ്ർ ആണ്. വൽ ഫജ്ർ വലയാലിൻ അശ്ർ. ആ രണ്ടാമത്തെ ആയത്തിൽ പറയുന്നത് 10 രാത്രികൾ തന്നെയാണ് സത്യം എന്നാണ്. അള്ളാഹു അവന്റെ മഖ്ലൂഖിനെ വെച്ച് സത്യം ചെയ്യുകയാണ്. അവന്റെ സൃഷ്ടികളിൽ മഹോന്നതമായ സൃഷ്ടികളെ സംബന്ധിച്ച് അള്ളാഹു അവയുടെ പേരിൽ സത്യം ചെയ്യുന്നത്, അവയുടെ മേൽ സത്യം ചെയ്യുന്നത് വിശുദ്ധ ഖുർആനിൽ ധാരാളം കാണാം. പോലെയുള്ള വ്യത്യസ്ത ആയത്തുകളിൽ അള്ളാഹു തആല സമയങ്ങളും സന്ദർഭങ്ങളും സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് സത്യം ചെയ്തത് കാണാൻ സാധിക്കും. അത് ആ സൃഷ്ടികളുടെ അതല്ലെങ്കിൽ ആ സംവിധാനത്തിന്റെ ഒരു പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നതാണ്. ആ നിലക്ക് അള്ളാഹു പ്രാധാന്യം സൂചിപ്പിക്കുന്ന 10 രാത്രികളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിറുകൾ 3 അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ 10 രാത്രികളെ കൊണ്ട് തന്നെയാണ് സത്യം എന്ന് പറയുന്ന ആ രാത്രികൾ ഏതാണ്? 3 അഭിപ്രായങ്ങളാണ്. 1 മുഹറം മാസത്തിലെ 10 ദിവസങ്ങൾ, 2 റമദാനിൽ അവസാന 10 ദിവസങ്ങൾ, 3 ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങൾ എന്നാണ് പ്രഗൽഭരായ മിക്ക മുഫസ്സിറുകളും ഇബ്നു കസീർ റഹിമഹുള്ളയെ അടക്കമുള്ള ആളുകൾ രേഖപ്പെടുത്തിയ വ്യത്യസ്തരായ പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 രാത്രികളെ സംബന്ധിച്ച്, ദിവസങ്ങളെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആൻ അത് പ്രസ്താവിച്ചത് എന്നാണ്. ഞാനിത് സൂചിപ്പിക്കുവാനുള്ള കാരണം, നമ്മൾ കാലെടുത്ത് പ്രവേശിക്കുന്ന ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 ദിവസങ്ങൾ അത്രമേൽ പ്രാധാന്യമുള്ളതാണ് എന്ന് നാം ഓർക്കേണ്ടതുണ്ട് എന്ന് തിരിച്ചറിയാനാണ്. ഈ ദിവസങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അമലുകൾ, ആ അമലുകളാണ് ഇന്നത്തെ ഖുതുബയിൽ നാം സാന്ദർഭികമായി കേൾക്കുന്നത്. പ്രധാനമായി 4 അമലുകളാണ് ദുൽഹിജ്ജ മാസത്തിന്റെ ഈ ശ്രേഷ്ഠമായ ദിവസങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്. ഒന്നാമത്തേത്, ദുൽഹിജ്ജ മാസവുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിക്ക് തന്റെ ആയുസ്സിൽ നിർവഹിക്കാൻ കഴിയുന്ന ഏറ്റവും മഹത്തായ കർമ്മം അത് ഹജ്ജ് കർമ്മമാണ്. ആരോഗ്യവും സമ്പത്തും യാത്രാ സൗകര്യവുമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായ അയാളുടെ ബാധ്യതകൾ പൂർത്തിയാവണമെങ്കിൽ ആയുസ്സിൽ ഒരിക്കലെങ്കിലും അയാൾ ഹജ്ജ് കർമ്മം നിർവഹിക്കണം. ബുനിയൽ ഇസ്ലാമു അലാ ഖംസ്. ഇസ്ലാം 5 കാര്യങ്ങളിലാണ് സ്ഥാപിക്കപ്പെട്ടത്. ആ 5 സ്തംഭങ്ങളിൽ 5ാമത്തേത് ഹജ്ജാണ്. ആ ഹജ്ജ് നിർവഹിക്കപ്പെടേണ്ടതാണ് എന്നതാണ് ഇസ്ലാമിന്റെ കൽപ്പന. ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഒരു സംഭവം കാണാം. ലമ്മ റജഅ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഹജ്ജതിഹി. പ്രവാചകൻ ജീവിതത്തിൽ ഒരൊറ്റ ഹജ്ജാണ് നിർവഹിച്ചത്. ആ ഹജ്ജിൽ 1.25 ലക്ഷം സ്വഹാബിമാർ പ്രവാചകന്റെ കൂടെ ആ ഹജ്ജ് കർമ്മത്തിൽ അനുബന്ധ യാത്രയിൽ സഹകാരികളായി. ആ യാത്ര കഴിഞ്ഞ് റസൂലുള്ള മദീനയിൽ തിരിച്ചെത്തുന്നു. അൻസാരിയായ ഒരു സ്വഹാബ വനിത ഉമ്മു സിനാൻ റളിയല്ലാഹു അൻഹയെ കാണുന്നു. അവരോട് ചോദിക്കുന്നു, മാ മനഅക മിനൽ ഹജ്ജ്. ഈ വർഷത്തെ ഹജ്ജിൽ നിന്ന് നിന്നെ തടഞ്ഞത് എന്താണ്? നീ എന്തേ ഹജ്ജ് ചെയ്യാഞ്ഞത്? നിനക്ക് ഹജ്ജ് ചെയ്യാനുള്ള സർവ്വ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നല്ലോ, എന്തേ നീ ഹജ്ജ് ചെയ്യാഞ്ഞത് എന്ന് റസൂലുള്ള ചോദിക്കുന്നു. ആ സമയത്ത് അവര് പറഞ്ഞു, എന്റെ വീട്ടിൽ ഞങ്ങൾക്ക്, എന്റെ ഭർത്താവിന് കാനലഹു നാളിഹാനി, 2 മൃഗങ്ങൾ, 2 ഒട്ടകങ്ങളാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത്. ഹജ്ജ അലാ അഹദിഹിമാ. എന്റെ ഭർത്താവ് 2 ഒട്ടകത്തിൽ 1 ഒട്ടകവുമായി ഹജ്ജിന് പുറപ്പെട്ടു. വൽ ആഖർ യുസ്ഖി അർളൻ ലനാ. 2ാമത്തെ ആ ഒട്ടകത്തെ ഉപയോഗപ്പെടുത്തിയാണ് ഞങ്ങളുടെ മണ്ണിൽ കൃഷി ചെയ്യുന്നതിന് ആവശ്യമായ വെള്ളം ഞങ്ങൾ കൊണ്ടുവരുന്നത്. വീട്ടിലേക്ക് ആവശ്യമായ വെള്ളവും ഈ ഒട്ടകത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങളത് വഹിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ആ ഒട്ടകവും കൊണ്ട് ഞാൻ ഹജ്ജിന് പോരുകയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ പ്രയാസമാണ്, കൃഷിക്ക് പ്രയാസമാണ്, ഞങ്ങളുടെ മഈശത്തിനെ അത് ബാധിക്കും എന്ന ശർഈയായ ന്യായമായ ആ
പ്രതിസന്ധി അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഞാൻ ഈ സംഭവം സൂചിപ്പിക്കുവാനുള്ള കാരണം, ഒരാൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഹജ്ജ് ചെയ്യാതെ മാറി നിൽക്കാൻ എന്താണ് നിന്റെ തടസ്സം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചിട്ടുണ്ട് എന്നാണ്. നമ്മളെ നാട്ടിൽ ഇന്നും, ഞാൻ രണ്ടാഴ്ച മുമ്പുള്ള ഖുതുബയിൽ സൂചിപ്പിച്ചതാണ്, നമ്മളെ നാട്ടിൽ ഇന്നും ഒരാൾ ഹജ്ജ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം പ്രായമാവണം, അതല്ലെങ്കിൽ പെൻഷൻ ആവണം, അതല്ലെങ്കിൽ കുടുംബത്തിലുള്ള കല്യാണങ്ങളൊക്കെ കഴിയണം. അങ്ങനെ സർവ്വ ബാധ്യതകളും എല്ലാം കഴിഞ്ഞ് അവസാനം ആയുസ്സുണ്ടെങ്കിൽ, പണമുണ്ടെങ്കിൽ, ആരോഗ്യമുണ്ടെങ്കിൽ അപ്പം നോക്കാം എന്ന നിലക്ക് പ്രയോറിറ്റി ലിസ്റ്റിൽ പോലും ഇടം പിടിക്കാത്ത രൂപത്തിലാണ് പല ആളുകളുടെയും മനസ്സുകളിൽ പോലും ഹജ്ജുള്ളത്. ഹജ്ജ് നമ്മുടെ അജണ്ടയാകണം എന്ന് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അപ്പൊ ഈ മാസം, ദുൽഹിജ്ജ മാസം, അതിന്റെ ആദ്യ 10 ദിവസങ്ങളിൽ ഏറ്റവും പ്രാധാന്യപൂർവം നമുക്ക് നിർവഹിക്കാനുള്ള കർമ്മം എന്ന് പറയുന്നത് ഹജ്ജാണ് എന്ന് നാം തിരിച്ചറിയുക. രണ്ടാമത്തത്, ഈ മാസവുമായി ബന്ധപ്പെട്ട നമ്മുടെ അമൽ എന്ന് പറയുന്നത് ഉളുഹിയ്യത്താണ്. ഹജ്ജ് ചെയ്യുന്ന ഹാജിമാരല്ലാത്ത ആളുകൾക്കാണ് ഉളുഹിയ്യത്ത് ബാധകമായിട്ടുള്ളത്. ഉളുഹിയ്യത്തുമായി ബന്ധപ്പെട്ടതും സുദീർഘമായ കാര്യങ്ങൾ നമ്മൾ ഖുതുബയിൽ വിശദീകരിച്ചതാണ്. ഏകദേശം 8000 രൂപക്ക് ഏറെക്കുറെ ആ ഒരു സംഖ്യയാണ് നിലവിലെ മാർക്കറ്റ് വിലയനുസരിച്ച് ഉളുഹിയ്യത്തിൽ ഒരാളുടെ ഷെയറായി നമ്മൾ നിജപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഉളുഹിയ്യത്തിൽ പങ്കെടുക്കാൻ സാമ്പത്തിക സുസ്ഥിതിയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. റസൂലുള്ളാഹിയുടെ ജീവിതം ഒന്ന് ഓർക്കുക. പ്രവാചകന്റെ അവസാന കാലം, അവിടുത്തെ പടയങ്കി ജൂതന്റെ കയ്യിൽ പണയം വെച്ച് അല്പം ബാർലി കടം വാങ്ങിയ പ്രവാചക ജീവിത ചരിത്രം കേട്ടവരാണ് നമ്മൾ. പ്രവാചക വീട്ടിൽ മാസങ്ങളോളം അടുപ്പിൽ തീ പുകയാതെ ദാരിദ്ര്യത്തിന്റെ ഇല്ലായ്മയും വെല്ലായ്മയുമായി മുണ്ടുമുറക്കി പച്ചവെള്ളം മാത്രം കുടിച്ച് ആരെങ്കിലും ഹദിയ നൽകുന്ന കാരക്കയുടെ ചീന്ത് കൊണ്ട് ഞങ്ങൾ വിഷപ്പടക്കിയ വേദനകളുടെ ദിനങ്ങൾ പ്രവാചക പത്നിമാർ അയവിറക്കിയ ചരിത്രം വായിച്ചവരാണ് നമ്മൾ. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ സ്ഥിരതാമസമാക്കിയതിനു ശേഷം 10 വർഷവും അവിടുന്ന് ഈ ഉളുഹിയ്യത്തിൽ പങ്കെടുത്തിരുന്നു എന്നത് ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഉളുഹിയ്യത്തിൽ പങ്കെടുക്കേണ്ടവരാണോ, അതല്ല മാറി നിൽക്കാൻ നമുക്ക് ന്യായമുണ്ടോ എന്ന് ഓരോരുത്തര് ചിന്തിക്കുക. കടം വാങ്ങി നമ്മൾ ഉളുഹിയ്യത്ത് ചെയ്യേണ്ടതില്ല. പെരുന്നാൾ ദിവസം പട്ടിണി കിടന്ന് നമ്മൾ ഉളുഹിയ്യത്തിൽ പങ്കെടുക്കേണ്ടതില്ല. പക്ഷേ വീണ്ടും ആവർത്തിക്കുന്നു, സാമ്പത്തിക സുസ്ഥിതിയുള്ളവർ മാറി നിൽക്കാൻ ന്യായമില്ലാത്ത ഒരു മുഅക്കദായ പ്രബലമായ ഒരു സുന്നത്താണ് ഉളുഹിയ്യത്ത്. അത് ഫർളല്ല, മുഅക്കദായ സുന്നത്താണ്. സുന്നത്തെന്ന് കരുതി പിന്നെ ചെയ്യണ്ടല്ലോ എന്നല്ല, സുന്നത്തുകൾ എന്നതും ചെയ്യാനുള്ളതാണ് എന്ന് നമ്മൾ ഓർക്കുക. മൂന്നാമത്തെ കാര്യം, പെരുന്നാൾ ഈ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യ 10 ദിവസങ്ങളുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ അമൽ എന്ന് പറയുന്നത് ദിക്റുകൾ വർദ്ധിപ്പിക്കുക എന്നതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, മാ മിൻ അയ്യാമിൻ അഅ്ലം ഇൻദല്ലാഹി വലാ അഹബ്ബ ഇലൈഹി അൽ അമലു ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. ദുൽഹിജ്ജയിൽ ആദ്യ 10 ദിവസങ്ങൾ, ആ ദിവസങ്ങളിൽ ഒരാൾ ചെയ്യുന്ന പ്രവർത്തനത്തെക്കാൾ അള്ളാഹുവിന് ഇഷ്ടമുള്ളതും ആ പ്രവർത്തനത്തെക്കാൾ അള്ളാഹുവിങ്കൽ ഔന്നിത്യമുള്ളതുമായ മറ്റു കർമ്മങ്ങളുള്ള ദിവസങ്ങളില്ല. അതുകൊണ്ട് ഫഅക്സിറു ഫീഹിന്ന മിനത് തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്, ഈ ദിവസങ്ങളിൽ നിങ്ങൾ തഹ്ലീലും തക്ബീറും തഹ്മീദും വർദ്ധിപ്പിക്കണം. തഹ്ലീൽ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, തക്ബീർ എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ, തഹ്മീദ് എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ്. ആ ദിക്റുകൾ അങ്ങനെയോ അതല്ലെങ്കിൽ ആ വാചക ശകലങ്ങൾ ഉൾക്കൊള്ളുന്ന മറ്റു ദിക്റുകളോ ഈ ദിവസങ്ങളിൽ ധാരാളമായി നമ്മൾ ചൊല്ലുക. അതിങ്ങനെ പള്ളിയിൽ ഇരിക്കുമ്പോൾ മാത്രമല്ല, വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ, നടക്കുമ്പോൾ, അങ്ങാടികളിലാകുമ്പോഴൊക്കെ നമ്മുടേതായ സമയങ്ങളിൽ സ്വസ്ഥമായി നമുക്ക് ഉരുവിടാവുന്നതാണ്. അത് നമ്മൾ വർദ്ധിപ്പിക്കേണ്ട ഒരു സന്ദർഭമാണ്. നാലാമത്തെ കാര്യം, ഈ ദിവസവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന സുന്നത്ത് ദുൽഹിജ്ജ 9 നോമ്പനുഷ്ഠിക്കുക എന്നതാണ്. കാന യസൂമു 9 ദുൽഹിജ്ജയുടെ 9
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പനുഷ്ഠിച്ചിരുന്നു. ആ ദുൽഹിജ്ജയുടെ 9 ആ ദിവസത്തിന്റെ ചരിത്രപരമായ അല്ലെങ്കിൽ ഇബാദത്തുമായി ബന്ധപ്പെട്ട മറ്റു വശങ്ങൾ പരിശോധിക്കുമ്പോൾ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന ഒരാൾ അറഫയിൽ സംഗമിക്കുന്ന ദിവസമാണ് ദുൽഹിജ്ജ 9. അതുകൊണ്ടാണ് ഈ നോമ്പിന് അറഫ നോമ്പ് എന്ന പേരുള്ളത്. ആ അറഫ നോമ്പിനെ കുറിച്ച് റസൂലുള്ളാഹിയോട് ചോദിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു, യുകഫിറു സനതൽ മാളിയ വൽ ബാഖിയ. അറഫ നോമ്പ് ഒരാൾ അനുഷ്ഠിച്ചാൽ, അഥവാ ദുൽഹിജ്ജ 9 നോമ്പ് ഒരാൾ അനുഷ്ഠിച്ചാൽ കഴിഞ്ഞു പോയ വർഷത്തെയും വരാൻ പോകുന്ന വർഷത്തെയും ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടും എന്നാണ്. അപ്പൊ ആ നിലക്ക് പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് അറഫ ദിവസത്തിലെ നോമ്പ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈ നോമ്പും ഹാജിമാരല്ലാത്ത ആളുകൾക്ക് മാത്രമുള്ളതാണ്. ഹജ്ജ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ നോമ്പില്ല. എന്നാൽ ഹാജിമാർ അറഫയിൽ സംഗമിക്കുമ്പോൾ അവരുടെ ദിക്റുകളിൽ, ആരാധനകളിൽ അവർ വ്യാപൃതരാകുമ്പോൾ അള്ളാഹു അവരെ സംബന്ധിച്ച് തൻ്റെ അടുക്കലുള്ള മലക്കുകളോട് അഭിമാനത്തോടെ പറയുന്ന ചില വാക്കുകൾ ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഉൻദുറു ഇലാ ഇബാദി, എൻ്റെ ഈ അടിമകളെ നോക്കുക. അതൗനി ശുഗ്സൻ ഗുബ്റൻ മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, ഓരോ ദൂരദിക്കുകളിൽ നിന്ന് പൊടിപുരണ്ട് ക്ഷീണിച്ചവരായി ഈ ഹജ്ജ് കർമ്മത്തിനായി എൻ്റെ വിളിക്കുത്തരം നൽകി അവരിതാ വന്നിരിക്കുന്നു. ഉശ്ഹിദുകും അന്നി ഖദ് ഗഫർതു ലഹും, ഈ അറഫയിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകൾക്കും ഞാൻ പുറത്തു നൽകുന്നു, അവരുടെ മുഴുവൻ പാപങ്ങളും പുറത്തു നൽകുന്നു എന്ന് അറഫയുടെ ആ സംഗമത്തെ കുറിച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ആ വാചകം സ്വഹാബത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു പ്രാധാന്യം കൂടി ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങളിലെ ഒരു ദിവസം, അഥവാ ദുൽഹിജ്ജ 9 എന്ന അറഫ ദിവസത്തിന് ഉണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമയം, നമ്മുടെ സന്ദർഭം, നമ്മുടെ ആരോഗ്യം അത് എങ്ങനെ ഉപയോഗപ്പെടുത്തണം, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏതെല്ലാം അമലുകൾക്ക് ഉപയോഗപ്പെടുത്തണം എന്ന് കൃത്യമായി വ്യവച്ഛേദിച്ച് നമ്മൾ തിരിച്ചറിയുകയും സാധിക്കുന്ന രൂപത്തിൽ അമലുകളുമായി മുന്നോട്ട് പോവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസികും സാനിയൻ ബിത്തഖ്വല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉദ്ഹിയ്യത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ബാധകമായ ഒരു മതവിധി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇദാ റഅയ്തും ഹിലാല ദിൽഹിജ്ജ, ദുൽഹിജ്ജയുടെ ആരംഭം കുറിക്കുന്ന ഹിലാല് നിങ്ങൾ കണ്ടാൽ, ഹിലാല് കാണേണ്ടത് ഒരു അറബി മാസം 29-നാണ്. 29-ന് ഹിലാല് കണ്ടാൽ അടുത്ത മാസം ആരംഭിക്കും. 29-ന് ഹിലാല് കണ്ടിട്ടില്ലെങ്കിൽ 30 പൂർത്തിയാക്കും. തൊട്ട് ശേഷമുള്ള ദിവസം 1 കണക്കാക്കും. അപ്പോൾ ഈ ഹദീസിന്റെ വിവക്ഷ ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിച്ചാൽ വ അറാദ അഹദുക്കും അൻ യുളഹി, അങ്ങനെ ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കുന്ന ഘട്ടത്തിൽ ഉദ്ഹിയ്യത്തിൽ പങ്കെടുക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ ഫൽയുംസിക് അൻ ശഅരിഹി വ അൾഫാരിഹി, അയാളുടെ നഖവും മുടിയും നീക്കം ചെയ്യുന്നത് അയാൾ താൽക്കാലികമായി നിർത്തിവെക്കണം. അഥവാ നഖം വെട്ടരുത്, മുടി മുറിക്കരുത്, വടിക്കരുത്. ആ നിലക്കുള്ള ഒരു നിർദ്ദേശം ബലികർമ്മം നിർവഹിക്കപ്പെടുന്നത് വരെ അയാൾക്ക് ബാധകമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചിട്ടുണ്ട്. ഉദ്ഹിയ്യത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ച ആളുകൾ ഉണ്ടെങ്കിൽ ഈ ഹദീസുമായി ബന്ധപ്പെട്ട കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം, ഈ രാജ്യത്ത് നമ്മൾ ജീവിക്കുന്നത് മതേതര സമൂഹം, മതനിരപേക്ഷ സമൂഹം ആശ്വാസകരമായ, ആനന്ദകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ജീവിക്കുന്നത്. ഭീതിയുടെ കരിമ്പുതപ്പ് നീങ്ങുന്ന സമാധാനത്തിൻ്റെ
ഇവിടെയുള്ള ന്യൂനപക്ഷ സമുദായത്തെ മർദ്ദിക്കാനോ അവരെ അടിച്ചൊതുക്കാനോ ഒരു സമുദായത്തിന് മേൽ സ്വച്ഛാധിപത്യം നിരന്തരം തുടർത്തുവാനോ സാധിക്കുന്നില്ല എന്ന നിലയ്ക്കുള്ള ചില വാർത്തകളെ തിരിച്ചറിഞ്ഞ ആശ്വാസത്തിലാണ് ഈ രാജ്യത്തെ പൊതുസമൂഹം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പൊതുസമൂഹത്തിൽപ്പെട്ടവരാണ് മുസ്ലിമീങ്ങളായ നമ്മൾ. നമുക്ക് ഈ രാജ്യത്ത് ജനാധിപത്യ മാർഗത്തിലുള്ള ബാധ്യതകൾ ഉള്ളതുപോലെ മതപരമായ ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മറക്കാതിരിക്കുക. ആശ്വാസമുണ്ടായാൽ, ഭീതി നീങ്ങുമ്പോൾ അള്ളാഹു അവന്റെ ആയത്തിലൂടെ ഖുർആനിലൂടെ പഠിപ്പിച്ച ബാധ്യതകൾ നമ്മൾ വിസ്മരിക്കാതിരിക്കുക. ഫൽയഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്, ഈ ഭവനത്തിന്റെ ഉടമയായ കഅബാലയത്തിന്റെ അധിപനായ രാജാതിരാജനായ അള്ളാഹുവിന് നിങ്ങൾ ഇബാദത്തുകൾ സമർപ്പിക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക. ആരാണ് അള്ളാഹു? അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്, വിശപ്പിൽ നിന്നും ഭയത്തിൽ നിന്നും നിങ്ങൾക്ക് മോചനം നൽകിയവനാണ് നിങ്ങളുടെ രക്ഷിതാവ് എന്നാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹങ്ങൾ റബ്ബിനെ മറക്കാനുള്ളതല്ല, താന്തോന്നികളായി ജീവിക്കാനുള്ളതല്ല, മറിച്ച് അള്ളാഹുവിലേക്ക് കീഴ്പ്പെട്ട് വിനീതദാസരായി അവനിഷ്ടപ്പെടുന്ന അമലുകളുമായി മുന്നേറാനും അവനുള്ള ശുക്റുകൾ പ്രകടിപ്പിക്കാനുള്ള സന്ദർഭങ്ങളുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സമയ സന്ദർഭങ്ങളെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്ന ദിക്റും ശുക്റും ഇബാദത്തുകൾ കൊണ്ട് സമ്പന്നമായ ജീവിതങ്ങളുമായി മുന്നോട്ട് പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, വിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും സ്വഹാബത്തിന്റെ ജീവിത മാർഗങ്ങളും നെഞ്ചിലേറ്റി ഇസ്ലാമിനെ അടുത്തറിയാനും ജീവിതത്തിൽ പകർത്താനും പൊതുസമൂഹത്തിൽ അതിന്റെ പ്രബോധന പ്രചാരണ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുവാൻ ഞങ്ങൾക്ക് നീ സാഹചര്യം നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രയാസങ്ങളും സംഘർഷങ്ങളും സങ്കടങ്ങളും കെടുതികളുമായി കഴിയുന്ന ധാരാളം ആളുകളുണ്ട്. ഏവരുടെയും ജീവിതത്തിൽ ആഫിയത്തും ശിഫയും റഹ്മത്തും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഹലാലായ മോഹങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പൂവണയുന്ന സന്തോഷകരമായ ദുനിയാവിന്റെ ഹസനത്തുകൾ ആസ്വദിച്ചനുഭവിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് നീ സാഹചര്യം നൽകണമേ. അള്ളാഹുവേ, രോഗികളും സാമ്പത്തിക കെടുതികൾ അനുഭവിക്കുന്നവരുമായ ധാരാളം ആളുകളുണ്ട്. ഞങ്ങളുടെ ജീവിതങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ, ജീവിതോപാധികളിൽ ഞങ്ങൾക്ക് നീ ഇണക്കവും സന്തോഷവും അഭിവൃദ്ധിയും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കണമേ. രാജ്യത്തിനകത്തും പുറത്തുമുള്ള പതിനായിരക്കണക്കിന് മുസ്ലിം സഹോദരന്മാർ പീഡിതരായി കഴിയുന്ന വിഷമതകളിലൂടെ കടന്നു പോകുന്ന കാലഘട്ടമാണ്. ഫലസ്തീൻ അടക്കമുള്ള ദേശങ്ങളിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ സഹോദരന്മാർ ഇന്നും നൊമ്പരങ്ങളിലാണ്. അള്ളാഹുവേ, അവരുടെ ജീവിതങ്ങളിൽ ശാശ്വതമായ സമാധാനവും സന്തോഷവും പുനഃസ്ഥാപിച്ച് അവർക്കും ഞങ്ങൾക്കും ഇസ്സത്തോടു കൂടി ജീവിക്കുവാനുള്ള അവസരം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.